ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ദൈസ് പ്ലസ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഒരു വെറൈറ്റി വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും വെച്ച് കഴിഞ്ഞാൽ കുറേ ദൂരം നമുക്ക് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കാണോ ഇല്ല, നമ്മളിന്ന് ബസ്സിലും ട്രെയിനിലുമാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് നിങ്ങൾക്കൊരു ഇത് കാണും. അപ്പോൾ എന്തായാലും നമുക്കത് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് അന്ന് ബെല്ലൊക്കെ ഒന്ന് ഇടിച്ച് പൊട്ടിച്ച് വയ്ക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളതിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂരിലോട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് 12 മണിക്കാണ്, 12:30 നൈറ്റ് 12:30 ട്രെയിൻ. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഏകദേശം 8 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ തിരുവനന്തപുരം ബസ് കയറി നേരെ റെയിൽവേ തമ്പാനൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്നു, നേരെ തൃശ്ശൂരിലോട്ട് പോകണം. അപ്പോൾ എന്തിനാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തൃശ്ശൂരിൽ ബാൻഡോസ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്, ബൈക്ക് റൈഡേഴ്സ്. അപ്പോൾ അത് വന്നിട്ട് ബൈക്ക് റൈഡേഴ്സ് വരായിട്ട് ഗ്ലൗസ്, ഹെൽമെറ്റ്, ആക്സസറീസ് ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പ് ഇപ്പോൾ അവരുടെ 10th ആനിവേഴ്സറി ആയിട്ട് ഓഫർ സെയിൽ നടക്കുകയാണ്. അപ്പോൾ 80% ഡിസ്കൗണ്ടിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് ഒരു വലിയ റൈഡ്, അത് ഞാൻ ഈ വീഡിയോയിൽ പറയണമെന്ന് വെച്ചാണ്. അപ്പോൾ എന്തായാലും ഒരു വലിയ റൈഡ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും ഞാൻ ഈ വീഡിയോയിൽ ഇപ്പം ഏത് റൈഡാണെന്നുള്ളതൊന്നും ഞാൻ പറയണില്ല, അതുകൊണ്ട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പിന്നീടല്ല, വേറൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് ബഡ്ജറ്റ് സെറ്റ് ആയിക്കൊണ്ടിരിക്കണം. അത് കാരണമാണ് ഈ വീഡിയോ ഇത്രയും പെൻഡിങ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു വീഡിയോ ഇട്ട് ഒരു 12-15 ദിവസം എങ്ങാണ്ട് ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഓഫർ സെയിൽ നടക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഓഫർ കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇതിന് മുമ്പേ ചെയ്യാൻ പറ്റിയതെന്ന് വെച്ചാൽ ജോലിക്കാർ എന്ന് പറഞ്ഞാൽ ആ ട്രാവലിന് വേണ്ടിയിട്ട് കുറേ ബഡ്ജറ്റ് സെറ്റാക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ബഡ്ജറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എന്താ പറയുക, എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമുക്ക് നേരത്തെ പോകാനും പറ്റിയില്ല. അപ്പോൾ എന്തായാലും അവിടെ വന്നിട്ട് ബൈക്ക് ഈ ആക്സസറീസിനും റൈഡിങ് ആക്സസറീസ് എല്ലാ കാര്യങ്ങളും ബൈക്കുപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു 80% തന്നെ ഡിസ്കൗണ്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അപ്പോൾ ഞാൻ ഈ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തായാലും ഇനി കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ നേരെ എന്തായാലും കുറച്ച് വില കുറവിൽ കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ സാധാ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങണമെങ്കിൽ നമ്മളൊരു 10,000 രൂപയ്ക്ക് വാങ്ങണമെങ്കിൽ അവിടെ നിന്ന് ഒരു 5,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. 80% ഓഫറുണ്ട്, മനസ്സിലായി. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വാൻഡോസിൻ്റെ അവിടെ ഒരു അവർ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ എത്തിപ്പോയി. കാരണം പ്രൊമോഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമല്ല, ഞാൻ അല്ല ചെയ്യുന്നതിനാണ് പോണതിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ പറയണതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ നമ്മൾ 2 പേരായിട്ടാണ് വന്നത്, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ പയ്യനും ഉണ്ട്. അപ്പോൾ അതവിടെ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാഗ് അതിൻ്റെ അത് വേറെ ഒന്നുമില്ല, ഒരു ഡ്രസ്സ്. ഓക്കെ, നമ്മൾ ഇന്നിനി നൈറ്റ് ഇവിടെ 12:30 ട്രെയിന് തൃശ്ശൂരിലോട്ട് പോകണം. അവിടെ പോയിട്ട് രാവിലെ എന്തായാലും നിറയെ തിരക്കാണ്. നാളെ രാവിലെ അവിടെ എത്തും. ട്രെയിന് 5 മണിക്ക് അവിടെ എത്തും എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു 6 മണി. ഓക്കെ, അവിടെ എത്തിയിട്ട് അവിടെ നേരെ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുക. ഒരു അങ്ങനത്തെ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ട് ഇനി എന്താണ് പ്ലാനും കാര്യങ്ങളൊക്കെ എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ള കാര്യമൊന്നും അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് മണി 8 ആയിട്ടുണ്ട്. 8 ഒരു 9 മണിയൊക്കെ ബസ് കാണുള്ളൂ ആ റൂട്ടിൽ. അത്യാവശ്യം റൂട്ടാണ്. വേർത്ത് കേട്ടോ, ഇപ്പോൾ കുളിച്ചിട്ട് കയറിയതല്ലോ. കാരണം ഞാൻ നേരത്തെ കുളിച്ച് കഴിഞ്ഞാൽ ദേഹമൊക്കെ വേർത്ത് കുളിക്കുക. അതുകൊണ്ട് ഞാൻ ഇറങ്ങുമ്പോൾ കുളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ, കാരണം ഇപ്പോഴേ വേർത്ത് പടമായി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പം പയ്യൻ ഇനിയിപ്പം വരുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്, 12:30 ട്രെയിൻ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ബസ് യാത്ര ഉണ്ട്. നമുക്ക് നേരെ ഇനി 1.5 മണിക്കൂറൊന്നല്ല, ഏകദേശം മൊത്തത്തിൽ ഇവിടുന്ന് സെൻട്രൽ എത്താൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കൂടുതൽ പറഞ്ഞ് കൊളാക്കുന്നില്ല. അപ്പം നമുക്ക് നേരെ എന്തായാലും ഇനി അങ്ങോട്ട് പോകണ്ട. അപ്പം ഇനി പോണ വഴിയിൽ ബാക്കി എന്തിനാണെന്ന് വെച്ചിട്ട് നോക്കിയിട്ട് വീഡിയോ ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ബാഗ് എടുത്ത് വെച്ചിരിക്കുന്നു, ബാഗ് തൂക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തിന് ബാഗ് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ നിന്ന് വാങ്ങണ കുറച്ച് ആക്സസറീസ് ഉണ്ട്. ബാഗിൽ കൂടുതലുള്ള ആക്സസറീസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാഗ് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അതിൽ നമുക്ക് ചിലപ്പോൾ ഒരു ദിവസത്തിലായിട്ടാണെങ്കിൽ അതിനുള്ള ഡ്രസ്സും എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പയ്യൻ വെളിയിൽ നിൽക്കണുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ പോവാം. കടാ പോകാം, പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ 2 പേരും എത്തിയിട്ടുണ്ട്. എന്താ ഇവിടെ നിൽപ്പുണ്ട്. നമ്മളെന്തായാലും ഇവിടെ തിരക്കാൻ വേണ്ടി ഇനി ഒരുത്തം കൊണ്ടുവിടാമെന്ന് വരാമെന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ടാണ് ഇനി വെയിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, ശരി എന്നാൽ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം. അവിടെ കണ്ണാമൂടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ബസ് കയറണം. പയ്യൻ്റെ ഇവിടെ നിൽപ്പുണ്ട്, ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, ശരി എന്നാൽ. അപ്പം പിന്നെ ബസ് വരുമ്പോൾ കാണാം. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴും ബസ് എത്തിയിട്ടുണ്ട്. ബസ് എത്തി പാറശാല ഡിപ്പോ കേട്ടോ. ഇത് കയറി നേരെ തെറിക്കാം.
ബസ് എത്തിയിട്ടുണ്ട്. ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ പാറശാലയിൽ നിന്ന് ബസ് കയറി ഇനി തിരുവനന്തപുരത്ത് ഇറങ്ങണം കേട്ടോ. അതാണ് ശരി. എന്താ അപ്പം തിരുവനന്തപുരം പോയിട്ട് കാണാം. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ തമ്പാനൂരെത്തി. തമ്പാനൂർ ഇറങ്ങി. തമ്പാനൂർ ബസ് സ്റ്റാൻഡ് ഇവിടെ അപ്പോൾ എന്താ ഇവിടെ ഉണ്ട്. ബസ് സ്റ്റാൻഡ് ഇറങ്ങി ഇവിടെ നേരെ റെയിൽവേ സ്റ്റേഷൻ. നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതാ കാണുള്ളത് ആ ലൈറ്റിൻ്റെ അപ്പുറം സൈഡാണ് റെയിൽവേ സ്റ്റേഷൻ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ എന്തായാലും അവിടെ പോയി ട്രെയിനിൻ്റെ കാര്യം നോക്കണം. ഓക്കെ നേരെ അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. നേരെ പോയി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് കാണാം. ഓക്കെ അങ്ങനെ എന്താ ടിക്കറ്റും കാര്യങ്ങളും നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. രണ്ടുപേർക്കും കൂടെ 220 രൂപയാണ് ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നേരെ അങ്ങോട്ട് പോകണം. പ്ലാറ്റ്ഫോം ആയില്ല എന്നാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പ്ലാറ്റ്ഫോം നോക്കണം. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റൊക്കെ എടുത്ത് 12:25 ട്രെയിൻ വന്നിട്ട് നമ്മളെ ഒരു പയ്യൻ എന്താ ഇവിടെ നിൽപ്പുണ്ട്. നമ്മളിത് ഇവിടെ പാലത്തിൻ്റെ മുകളിൽ നിൽപ്പുണ്ട്. കാണോ ട്രെയിനും കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കുള്ള ട്രെയിനും കാര്യങ്ങളും വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ട് നോക്കാം കേട്ടാ. ഇനി ഇപ്പം എത്ര മണിയാടാ? എത്രയായി? 9:50 ആയിട്ടുണ്ട്. ഓക്കെ 9:50 ആയിട്ടുണ്ട്. ഇനി എന്തായാലും ട്രെയിൻ വരണ വരയ്ക്കും 12:25 വരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. മൂന്നാമത്തെ പ്ലാറ്റ്ഫോം എന്നാണ് സംഭവം. നമ്മളെ വേറിയസ് മൈ ട്രെയിനിൽ നോക്കിയപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞത് നോക്കാം. ഓക്കെ അപ്പോൾ ഇനി എന്തായാലും ട്രെയിൻ വന്നിട്ട് അങ്ങോട്ട് എത്രയാണെന്ന് വെച്ചിട്ട് നോക്കിയിട്ട് ബാക്കി കാണാം. ഗൈസ് വെയിറ്റ് ചെയ്ത് ട്രെയിൻ എത്തിയിട്ടുണ്ട് സ്പോട്ടിൽ. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് തൃശ്ശൂരിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ട്രെയിനും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി എന്തായാലും ഇവിടെ നിന്ന് നേരെ ട്രെയിനിൽ കയറാൻ ഇറക്കുക. ഓക്കെ ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഞായറാഴ്ച രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്നലെ ശനിയാഴ്ച വൈകുന്നേരം 12:20 ട്രെയിനാണ് അവിടെ കിടന്ന് കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിട്ട് രാവിലെ ഇപ്പോൾ ഏകദേശം 7 മണിയാണ്. പിന്നെ നല്ല അലങ്കോലമൊക്കെ ആയിരുന്നു, സീറ്റൊന്നും കിട്ടിയില്ല. അപ്പം പിന്നെ അവിടെ നേരെ വന്ന് ഇവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ ഇവിടെ തിരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും നമ്മുടെ ചെറുക്കേത് അവിടെ നിൽപ്പുണ്ട്. ഇനി എന്തായാലും ഇവിടെ നിന്ന് ഇനി ഒന്നി വണ്ടി ടാക്സി എങ്ങാണ്ടെങ്കിലും പിടിച്ചിട്ട് അങ്ങോട്ട് പോകണം. ഇല്ലെന്നാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററുള്ളൂ ജസ്റ്റ് ഒന്ന് നടന്നു പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്ന വഴിയിൽ എന്തിനാണെന്ന് വെച്ചിട്ട് നോക്കാം. ഓക്കെ ശരി എന്നാൽ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ നടക്കാൻ തീരുമാനിച്ച്. ഇവിടെ നിന്ന് നടന്നു പോകാൻ 2.3 കിലോമീറ്റർ അതിനുള്ളൂ. അപ്പോൾ എന്തായാലും പിന്നെ നടന്നു പോകാൻ ഞങ്ങൾ പ്രതീക്ഷിച്ച് നമ്മുടെ പയ്യൻ ഫ്രണ്ടിൽ നിന്ന് പോകണുണ്ട്, ഞാനും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു 2.2 കിലോമീറ്റർ അതിനേ ഉള്ളൂ. അത് കാരണം നമ്മളെന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാ എന്തിന് ഇങ്ങനെ വരും ഒരു ആട്ടോ പിടിച്ച് കഴിഞ്ഞാൽ 200 കൊടുക്കേണ്ടി വരും. ആ പൈസ കയ്യിൽ വെച്ചിട്ട് നടക്കാമെന്നൊരു പ്ലാനാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോണ വഴിയിൽ ബാക്കി എന്താണെന്ന് വെച്ചിട്ട് നോക്കിയിട്ട് കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ രാവിലെ തന്നെ ക്യൂവും കാര്യങ്ങളും നിറയെ നിൽപ്പുണ്ട് കേട്ടോ. ബൈക്കും കാര്യങ്ങളും എന്തായാലും വെയിറ്റിംഗ് ആണ്. ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ശരി എന്നാൽ ഇനി ഷോപ്പിനകത്ത് പോയിട്ട് എന്താണെന്ന് വെച്ചിട്ട് കാണാം. റോഡിൻ്റെ സൈഡിൽ ഇരിക്കുകയാണ്. ബേസ് പ്രൈസ് എന്ന് പറയുന്നത് 500 rupees ആണല്ല. അതായത് ഞാൻ ഏറ്റവും 7,000 to 8,000 rupeesൽ വരുന്ന സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഹെൽമെറ്റ് ആണ് ഫസ്റ്റ് ഓപ്ഷനിൽ കൊണ്ടുവരാൻ പോകുന്നത്. അതിന്റെ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ആ 500 രൂപയുടെ മുകളിലേക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നാട് ഏത് ഭംഗി വ്യത്യാസം. അങ്ങനെ നമ്മൾ അവിടെ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്ത് തിരിച്ചവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എന്തൊക്കെയാണ് മേടിച്ചെന്നുള്ള കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. അതാണ് മെയിൻ വിഷയം. പിന്നെ അവിടെ പാട്ടിട്ടിരിക്കുന്നത് അത് കോപ്പി റൈറ്റും കാര്യങ്ങളും വീഴും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ മെയിനായിട്ട് അത് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് ഇവിടെ ഹോട്ടലിൽ ഇരിപ്പുണ്ട്. ഫുഡ് രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടോ, താമസിക്കുമെന്ന് പറഞ്ഞിട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി എന്തായാലും ഓക്കെ അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ എന്തൊക്കെ സാധനം മേടിച്ചതെന്ന് വെച്ചിട്ട് അവിടെ വെച്ച് തന്നെ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുൾ തിരക്കും കാര്യങ്ങളും, പിന്നെ അതുപോലെ നിന്ന് തിരിയാൻ പോലും പറ്റാത്ത
അത് ഗ്യാപ്പിൽ ഒന്നും പറയാനൊന്നും പറ്റില്ല. അത് കാരണം നമ്മൾ പിന്നെ അവിടെ നേരെ ഇറങ്ങി പിന്നെ നമുക്ക് ട്രെയിൻ പിടിക്കണം. കാരണം ഇന്ന് നൈറ്റ് അല്ലെന്നാണെങ്കിൽ തിങ്കളാഴ്ച രാവിലെ അവിടെ എത്താൻ കണക്കിന് നമുക്ക് ഇവിടെ നിന്ന് ട്രെയിൻ പിടിക്കണം. അത് കാരണം അവിടെ നേരെ എത്തി. അപ്പം എന്തൊക്കെ സാധനം മേടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യണമായിരിക്കും. കാരണം ഈ വീഡിയോയുടെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എന്തായിപ്പോൾ. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ ഇവിടെ നിന്ന് ഇനി വീട്ടിലോട്ട് പോകാനുള്ള പരിപാടി നോക്കാം. കാരണം ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ പരിപാടി നോക്കാം. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കാം. ഇനി ഏകദേശം ഒരു 2 കിലോമീറ്റർ 2 കിലോമീറ്ററല്ല 1.8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ബാക്കി കാണാം. ഓക്കെ, ശരി എന്നാൽ. നല്ല വെയിലുണ്ട് കേട്ടോ. കൊമ്പോ വെയിലത്ത് വേർത്ത് കുളിച്ചിട്ടാണ് നടക്കണം. ശരി, കേട്ടില്ല, വേർത്ത് അണ്ടർവെയർ വരെ നനഞ്ഞു അവസ്ഥയാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ബാക്കി കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല വെയിലുണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നേരെ പോകണം തിരുവനന്തപുരത്തിന്. നേരെ പോകണം തിരുവനന്തപുരത്ത് ബസ് ഉണ്ടാകും. അതുകൊണ്ട് സോറി മറപ്പി. തിരുവനന്തപുരത്തിന് ട്രെയിൻ ഉണ്ടാകും. ട്രെയിൻ ഉണ്ടെങ്കിൽ സ്ലീപ്പർ ഉണ്ടാകും. സ്ലീപ്പർ കിട്ടിയാൽ രക്ഷപ്പെട്ടു. കേരളത്തിൽ ഇറങ്ങുക. തിരുവനന്തപുരത്തും ആരെങ്കിലും വിളിച്ച് എണീപ്പിക്കും, അല്ലെങ്കിൽ താനെ എണീറ്റോളൂ. അതാണ്. ഓക്കെ, തിരുവനന്തപുരത്തിന് അങ്ങോട്ട് പോയിട്ട് ബാക്കി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ടിക്കറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇനിയിപ്പോൾ ട്രെയിൻ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രെയിൻ കിട്ടി. ട്രെയിൻ സീറ്റ് കിട്ടി, രക്ഷപ്പെട്ട്. പയ്യൻ അവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. ഇനി എന്തായാലും നമുക്ക് തിരുവനന്തപുരം സെൻട്രലിൽ പോയിട്ട് കാണാൻ കേട്ടാ. ശരി എന്നാൽ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നേരെ യാത്രയെല്ലാം കഴിഞ്ഞ് നേരെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നേരെ ബസ് കയറണം. നേരെ ഓപ്പോസിറ്റ് തമ്പാനൂർ. നേരെ അവിടെ നിന്ന് ബസ് കയറണം. പിന്നെ ഞാൻ എന്തായാലും ഇനി ബാക്കി എന്താണെന്ന് വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് വീട്ടിൽ ചെയ്യുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, ഫോണിൽ 5% ചാർജേ ഉള്ളൂ. അത് കാരണം എന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി എന്തിനാണെന്ന് വെച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ശരി, നേരെ നമുക്ക് ഇവിടുന്ന് വീട്ടിലോട്ട് തെറിയാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ട് നേരെ ഞാൻ പറഞ്ഞില്ല ഫോൺ അപ്പോൾ ചാർജിനിട്ട് ജസ്റ്റ് വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് അങ്ങനെ വന്ന് അവിടെ നിന്ന് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്തിട്ട്. പിന്നെ അവിടെയാണ് നല്ല തിരക്കൊണ്ട് നിന്ന് തിരികില്ല. പിന്നെ അവിടെ പാട്ടും കാര്യങ്ങളും ഇട്ടിരിക്കുന്നുണ്ട്. കോപ്പിറൈറ്റ് വീണ കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ അകത്തുള്ള വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം എന്തായാലും ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇതെവിടെ ഇരിപ്പുണ്ടാണ്. ഈ 2 ബാഗിനകത്തും കുറേ സംഭവങ്ങൾ ഇരിപ്പുണ്ട്. എന്താണെന്നുള്ള ഞാൻ കാര്യം ഇപ്പോഴും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാറില്ല. അതെന്നിട്ട് ഞാൻ അതൊരു തനി വീഡിയോ ആയിട്ട് ചെയ്യും. കാരണം ഈ വീഡിയോ കൂടുതൽ ലെന്താവും. അത് കണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുള്ള അത് ഞാൻ തനിയായിട്ട് ചെയ്യും. ഓക്കെ, ഈ വീഡിയോ വന്ന് 2-3 ദിവസം കഴിയുമ്പം ആ വീഡിയോ വരണമായിരിക്കും. എന്തൊക്കെ സാധനം വാങ്ങിച്ചു എന്നൊക്കെ ഉള്ള കാര്യം. ഓക്കെ, അപ്പം അതൊക്കെയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടക്കരയുള്ള പ്ലാനായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഞാൻ ട്രെയിനകത്തുള്ള വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ടക്കരയുള്ള പ്ലാൻ കാരണം നമ്മൾ ഇവിടെ നിന്ന് പോയത് സ്ലീപ്പറിലല്ല പോയത്. ടക്കരെ പോയി ജനറൽ ബുക്ക് ചെയ്ത് ലോക്കലിലാണ് കയറി പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയപ്പം ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ഒടുക്കം ജസ്റ്റ് നിന്നെടുത്ത് തന്നെ അങ്ങനെ ഇരിക്കേണ്ട നിന്നെടുത്ത് തന്നെ അവിടെ ഇരിക്കേണ്ടി വന്ന്. ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുമ്പോൾ എണീച്ച് കൊടുക്കണം. അങ്ങനത്തെ ഭയങ്കര ഇതായിരുന്നു. അങ്ങറ്റ വരെയും തൃശ്ശൂർ എത്തുന്നവരെയും അതായിരുന്നു. രാവിലെ 7 മണി അടുപ്പിച്ച് 7-7:30 ആയപ്പോൾ അവിടെ എത്തി. അത്രയും ടൈം വരെയും നമ്മൾ ഇരിക്കുക. അത് അവിടെ എന്ന് പറഞ്ഞാൽ സീറ്റിലായിരുന്നു. നിന്നെടുത്ത് തന്നെ ഇരിക്കുക, അവിടെ നിൽക്കുക, അതായിരുന്നു. അപ്പം പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴും പിന്നെ നമുക്ക് ബുക്ക് കേട്ട് നോക്കി സ്ലീപ്പർ ഉണ്ടാകും. സ്ലീപ്പറില്ല, ജനറലേ ഉള്ളൂ. പിന്നെ അവിടെ നേരെ അങ്ങനെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പം സീറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ നല്ല ടാസ്ക് ആയിരുന്നു. പിന്നെ അത് വന്നിട്ട് അവിടെ നേരെ തിരിച്ചു വന്നപ്പം പിന്നെ നേരെ തിരുവനന്തപുരത്ത് ഇറങ്ങി. അവിടെ നിന്ന് നേരെ ബസ് കയറി നെയ്യാറ്റിൻകര ഇറങ്ങി. നെയ്യാറ്റിൻകരയിൽ നിന്ന് അടുത്ത ബസ് കയറി നേരെ കുന്നത്തെല്ലാം ഇറങ്ങി. അവിടെ നടന്നാണ് വീട്ടിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഒരു ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ്, അത് സെറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു യാത്ര ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ഒരു ട്രെയിനിൻ്റെ ഇഷ്യൂ, നമ്മുടെ ലോക്കലിൽ സീറ്റ് കിട്ടാതെ, ഇങ്ങോട്ടൊന്നും കുഴപ്പമില്ല, അങ്ങോട്ട് പോയപ്പോൾ സീറ്റും കാര്യങ്ങളും കിട്ടാത്തതിൻ്റെ ആ ഒരു ഇഷ്യൂ മാത്രമേ എനിക്ക് മൈനസായിട്ട് തോന്നിയിട്ടുള്ളൂ. വേറെ ഇതൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണെന്നുള്ള അഭിപ്രായം, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ള അഭിപ്രായം കമൻ്റായിട്ട് താഴെ കുത്തിക്കോ. അതിൻ്റെ കൂടെ ഒരു ലൈക്കും കൂടെ അടിച്ചോ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ 8-ാം തീയതി ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, 8-ാം തീയതി ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയാനല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ അത്
കമൻ്റായിട്ട് താഴെ കുത്തിക്കോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.